Urcreationന്റെ രേഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഈദുൽ ഫിത്തർ ആശംസകൾ. ഞാൻ ഇന്ന് ഒരു തണ്ണിമത്തന്റെ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. ഈ ആഘോഷവേളയിൽ നിങ്ങൾക്കൊരു മധുരമുള്ള ഒരു റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ട് ഇന്ന് വന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തണ്ണിമത്തൻ പുഡിങ്ങിനായിട്ട് ഞാൻ ഒരു പകുതി തണ്ണിമത്തനാണ് എടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം. തണ്ണിമത്തൻ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജ്യൂസ് ആക്കിയിട്ട് വരാം. തണ്ണിമത്തന്റെ കുരുവൊന്നും കളയണില്ല കേട്ടോ, നമ്മളിത് അരിച്ചെടുക്കുന്നുണ്ട്. അത് കാരണം കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് 2-3 ട്രിപ്പായിട്ട് ഇട്ടിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് തണ്ണിമത്തൻ അരച്ചെടുക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ തണ്ണിമത്തനും മിക്സിയിൽ അരച്ചെടുത്ത് ജ്യൂസ് ആക്കി എടുക്കാം. തീരെ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. തണ്ണിമത്തന്റെ ജ്യൂസ് എടുത്തു. അതൊരു സോസ് പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് 1 ലിറ്റർ ജ്യൂസാണ് കേട്ടോ ഉള്ളത്. വെള്ളമൊന്നും ചേർക്കാതെ ഉള്ള തണ്ണിമത്തന്റെ ജ്യൂസാണ്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് അത് ചേർത്ത് കൊടുക്കാം. ഇത് ഗ്യാസ് സ്റ്റവിലേക്ക് വെക്കുന്നതിന് മുമ്പേ നമുക്ക് വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് ചൈന ഗ്രാസ് 10 ഗ്രാം ആണ്. 1 ലിറ്റർ ജ്യൂസാണ് ഇതിലുള്ളത്. ഇത് 10 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. ഒന്ന് കുതിർത്താനായിട്ട് ഇടാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തത്. ഇനി നമുക്ക് ഇത് രണ്ടും ഒപ്പം തന്നെ അടുപ്പത്ത് വെച്ചിട്ട് രണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഒന്നില് വാട്ടർമെലന്റെ ജ്യൂസ് വെച്ചിട്ടുണ്ട്, ഒന്നില് ചൈന ഗ്രാസ് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് എപ്പോഴും ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് ഫ്ലെയിമിൽ വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റും, പിന്നെ ഇതവിടെ അലിഞ്ഞ് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സ്ലോ ആക്കിയിട്ട് വേണം ചൈന ഗ്രാസ് കുക്ക് ചെയ്തെടുക്കാൻ. ഒന്ന് ഇളക്കി കൊടുക്കാം. തണ്ണിമത്തന്റെ ജ്യൂസ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൈന ഗ്രാസിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് സെറ്റ് ആവണതാണ് കേട്ടോ. അത് കാരണം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതൊന്നും കൂടി ചൂടായ ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മള് ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ചേർക്കണം കേട്ടോ. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിപ്പ വെച്ചിട്ട് ചേർക്കണതാണ് നല്ലത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പൊ നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് തയ്യാറാവും. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ 2 പാത്രത്തിലാണ് നമ്മൾ ഈ
പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പൊ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിപ്പോ നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. ഇതൊന്ന് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഫ്രീസറിലല്ല സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ റൂം ടെമ്പറേച്ചർ ആയ ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇടുമ്പോ അങ്ങനെ അടിയിലേക്ക് പോവേ ഉള്ളൂ, അത് കുഴപ്പമില്ല. കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് സെറ്റ് ആയ ശേഷം അതിന്റെ മുകളിലും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുഡിംഗ് എടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഈ പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. അതിനായിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.